ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമ്മുടെ കൊച്ചടുക്കളയിലാണ് ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് രണ്ട് കാര്യം ചെയ്യാമെന്ന് വെച്ചു. അതായത് നമുക്ക് എപ്പോഴും ആവശ്യമുള്ള കാര്യമാണ് ചപ്പാത്തിക്ക് കറി. ഞാൻ ഇതിന് മുന്നേയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്, ചപ്പാത്തിക്ക് 2 കറികൾ. അതുപോലെ ഇന്നും ചപ്പാത്തിക്ക് 2 കറികൾ. അതും എല്ലാവർക്കും വേണം എന്നുള്ള കാര്യമായതുകൊണ്ട് എല്ലാവരും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനിയും കറികൾ വരട്ടെ എന്നാണ് പറയുന്നത്. ഞാനാണെങ്കിൽ എക്സ്പെരിമെൻറ്റ്സിൻ്റെ എനിക്കിഷ്ടമാണ് പല ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് കുക്കിങ്ങും പുതിയ കാര്യങ്ങൾ കണ്ടെത്താനും. ഞാൻ വിചാരിക്കുന്നു, എന്താ പറയുക, പാചകം ഒരു കലയാണെന്ന് നമ്മൾ പറയും. അതോടൊപ്പം തന്നെ നമ്മളെല്ലാം ഒരു സയൻറ്റിസ്റ്റിനെ പോലെയാണ്. ഓരോ സ്വാദുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടമ്മമാരെല്ലാം തന്നെ സയൻറ്റിസ്റ്റുകളാണ്. കാര്യം പല വേരിയേഷൻസ്, പല കോമ്പിനേഷൻസിലല്ലേ നമ്മൾ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുപോലെ ഞാനിന്ന് എൻ്റെ ഒരു രീതിക്ക് ഞാൻ 2 എക്സ്ട്രാ കറികൾ ഉണ്ടാക്കി. അപ്പോൾ ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ചപ്പാത്തിക്ക് 2 കറികൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ആ ഒരു വീഡിയോ എടുത്തിട്ട് നിങ്ങളുമായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ ഇതൊക്കെ വൈകുന്നേരങ്ങളിൽ ചപ്പാത്തിക്ക്, പിന്നെ അതുപോലെ തന്നെ വേണമെങ്കിൽ അപ്പം, ഇടിയപ്പം എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ കാര്യങ്ങളാണ്, ഈസി ആയിട്ട്. ആദ്യത്തത് ഇപ്പോൾ തന്നെ ചെറുപരിപ്പിലാണ് ചെയ്യുന്നത്. ചെറുപരിപ്പ് സ്റ്റ്യൂ. അപ്പോൾ ചെറുപരിപ്പ് കൊണ്ട് അങ്ങനെ സാധാരണയായിട്ട് സ്റ്റ്യൂ ഒന്നും ഉണ്ടാക്കാറില്ല. അപ്പോൾ നമുക്കൊരു സ്റ്റ്യൂ ഉണ്ടാക്കാം. അപ്പോൾ ചെറുപരിപ്പ് ഒരു കപ്പ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അടുപ്പിൽ വെച്ച് അതാ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഡ്രൈ റോസ്റ്റ് കളർ മാറാത്ത രീതിയിൽ എണ്ണയൊന്നും വേണ്ട, വെറുതെ ഒന്ന് വറുത്തെടുക്കണം. ആ ഒരു പച്ച ചുവ മാറാൻ. ചെറുപരിപ്പെന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് പ്രോട്ടീനാണ്. ചെറുപയറിൻ്റെ തൊലി വളഞ്ഞിട്ട് അതിൻ്റെ തോട് മാറ്റിയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. മൂങ് ദാൽ അത് 1 കപ്പ് എടുത്തു. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് കുക്കറിലേക്ക് വയ്ക്കുന്നു, പെട്ടെന്നാകും. ഇതാണ് ഡ്രൈ റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ചെറുപരിപ്പ് ഒന്ന് വറുത്തിട്ട് കഴുകിയെടുത്താണ് കുക്കറിലേക്ക് മാറ്റുന്നു. 1 കപ്പ്. ഇപ്പോൾ 1 സവാള ചെറിയ ചതുര കഷ്ണങ്ങൾ, പിന്നെ പച്ചമുളക് വേണം. 3 പച്ചമുളകോളം ഞാൻ ചേർക്കാൻ പോകുന്നുണ്ട്. ഇപ്പോൾ 2 എണ്ണം ഉണ്ട്, 1 എണ്ണം കൂടി എടുക്കാം. പിന്നെ ഇത് ഇഞ്ചി ചതച്ചത് ഒരു 1.5 ടീസ്പൂണുണ്ട്. വെളുത്തുള്ളി ചതച്ചതും ഒരു 1.5 ടീസ്പൂൺ. ഓക്കെ, ചതച്ചതാണ്. അതായത് ചെറിയ അല്ലിയായിരുന്നു, ഒരു 4-5 അല്ലി ഉണ്ടായിരുന്നു വെളുത്തുള്ളി. ഇഞ്ചി 1 കഷ്ണം ഉണ്ടായിരുന്നു, ചെറിയൊരു കഷ്ണം. ചെറുപരിപ്പിനകത്തേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഈ സവാള. ഇനി കുറച്ച് ഉപ്പ് ചേർക്കാം. വെള്ളം ഒഴിച്ചിട്ട് അടച്ച് ഒരു 2-3 വിസിൽ അത്രയും മതി. ഇതിപ്പോൾ 1 കപ്പ് ഇനിയും വേണം. ഓക്കെ, 2 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി അടുപ്പിലേക്ക് മാറ്റാം. അങ്ങനെ കുക്കർ അടയ്ക്കുന്നു, അടുപ്പ് കത്തിക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ഫസ്റ്റ് വിസിൽ വരട്ടെ, പിന്നെ തീ കുറച്ചിട്ട് 2 വിസിലും കൂടി. അപ്പോൾ നന്നായിട്ട് വെന്തെല്ലാം ഒന്ന് സെറ്റാകും. ഇനി ഇതിന് വേണ്ട കുറച്ച് തേങ്ങാപ്പാലും കൂടി ഞാൻ ബൈ ദ ടൈം എടുത്ത് വയ്ക്കും. നമ്മുടെ കുക്കർ തുറന്നു. ഒരു 3 വിസിൽ കഴിഞ്ഞു. കുക്കർ തുറന്നു. അതേ നോക്കി നന്നായിട്ട് വെന്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും മിക്സായി. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. നമ്മൾ സ്റ്റ്യൂ ആണ് ഉണ്ടാക്കുന്നത്, പരിപ്പ് സ്റ്റ്യൂ. 2 കപ്പ് തേങ്ങാപ്പാൽ. ഒരു 2-ാം പാലിൻ്റെ അളവിലായാൽ മതി. കട്ടിപ്പാൽ വേണമെന്നില്ല, ഒരുപാട് കട്ടി വേണ്ട, അതേപോലെ. ഇനി വീണ്ടും തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു തിള വരട്ടെ. ഉപ്പൊക്കെ നോക്കാം. ഉപ്പില്ല, കുറവുണ്ട്, അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ പച്ചമുളകിൻ്റെ എരിവ് നോക്കിയിട്ടിടുക. വലിയ എരിവാണെങ്കിൽ 2 എണ്ണം മതി. അധികം എരിവില്ലാത്താണെങ്കിൽ 3-4 ഒക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. നല്ല 1-ാം തരം ചെറുപരിപ്പ് സ്റ്റ്യൂ ഇവിടെ റെഡിയാക്കി. എന്ത് ടേസ്റ്റ് അറിയാമോ? ഞാൻ വെറുതെ ഉപ്പ് നോക്കിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് പറയാമല്ലോ നിങ്ങളോട്. പൊട്ടറ്റോ സ്റ്റൂ ഒക്കെ നമ്മൾ ഉണ്ടാക്കാറില്ല, പക്ഷേ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗംഭീരമാണ്. ചപ്പാത്തിക്ക്, പൂരി, അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഓക്കെയാണ് കേട്ടോ. ഇടിയപ്പം. ഇനി താളിച്ചിടാൻ പോകുന്നു. വെറുതെ വേണമെങ്കിലും പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇടാം, പക്ഷേ ഇതൊന്ന് താളിച്ചിട്ടാൽ കുറച്ചുകൂടി കളർഫുള്ളാകും. ഇതിന് വേറൊരു കളറില്ല, ലൈറ്റൊരു വൈറ്റിഷ് കളറാണ്. എക്സലൻറ്റ്. അപ്പോൾ തേങ്ങാപ്പാൽ നിങ്ങളൊരു 2-2.5 കപ്പോ 3 കപ്പോ വരെ ഒഴിക്കാം. 2-ാം പാലിൻ്റെ അളവിലെടുത്താൽ മതി. ഒരുപാട് ഓവർ കട്ടി വേണ്ട, കാരണം നമ്മുടെ പരിപ്പിന് ഓൾറെഡി നല്ല തിക്കാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ആ ഒരു അയവ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ലൂസാക്കണം, എത്ര ഇതാ നമ്മുടെ തേങ്ങാപ്പാൽ വെച്ചാണ് ചെയ്യുന്നത്. തിളച്ച് മറിയണ്ട, അതിൽ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ മതി. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വരും. ഇനി കടുക് താളിക്കുമ്പോൾ നമ്മൾ വറ്റൽമുളക്, കടുക്, കറിവേപ്പില, അതിൻ്റെ കൂടെ ഒരല്പം ഞാൻ ഉലുവയും കൂടി ചേർത്തിട്ട് താളിച്ചിടും. അപ്പോൾ വേറൊരു ലെവലിലേക്ക് പോകും.
ഇതിവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി താളിച്ചിട്ടാൽ മതി. കുറച്ച് വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കാം. ഒരു 1-1.5 ടേബിൾ സ്പൂൺ വരെ ആകാം. ആദ്യം കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം കടുക് പൊട്ടി തുടങ്ങി. ഇനി ഒരു 1/4 ടീസ്പൂൺ ഒരു നുള്ള് അല്ലെങ്കിൽ ഒരു നല്ലൊരു നുള്ള് 1/4 ടീസ്പൂൺ അത്രയും മതി. അതും ഒന്ന് മൂക്കട്ടെ. എല്ലാം മൂത്ത് തുടങ്ങി. ഇനി വറ്റൽമുളക് തീ ഓഫ് ചെയ്യുന്നു. ആവശ്യം പോലെ കറിവേപ്പില. പരിപ്പ് സ്റ്റൂവിൻ്റെ മുകളിലായിട്ട് ഒഴിച്ച് കഴിഞ്ഞു. അടിപൊളി കൺസിസ്റ്റൻസി എല്ലാം കാണുന്നുണ്ടല്ലോ. എന്ത് ടേസ്റ്റ് അറിയോ. അങ്ങനെ ഗംഭീരമായി കഴിഞ്ഞു. താളിച്ചൊഴിച്ചു. നല്ല മണം. എൻ്റെ അടുക്കള മുഴുവൻ മണക്കുന്നു. ആ ഉലുവയും കൂടി ഇടുമ്പോൾ അതൊരു എക്സ്ട്രാ ഫ്ലേവർ തരും കേട്ടോ. ഭയങ്കര രസമാണ്. പിന്നെ വീട്ടിലൊരു പച്ചക്കറി ഇല്ലെങ്കിൽ വിഷമിക്കേണ്ടെന്ന് മനസ്സിലായി. സാധാരണ നമ്മൾ ദാൽ ഉണ്ടാക്കാറുണ്ട് ചപ്പാത്തിക്ക്. ദാൽ കറി ഈസ് ഡിഫറെൻ്റ് അല്ലേ. ചെറുപരിപ്പിലും ദാൽ ഉണ്ടാക്കാം, പിന്നെന്താ സാമ്പാർ പരിപ്പിലുണ്ടാക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. നമുക്ക് വീട്ടിൽ ഇപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത് എന്ത് ഫാസ്റ്റായിട്ട് എല്ലാം കൂടെ കുക്കറിലിട്ട് എത്ര സമയം എടുത്തു? ഹാർഡ്ലി ഒരു 15 മിനിറ്റ്സ് മാക്സിമം നമുക്കിത് ഉണ്ടാക്കാൻ അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ വൈകുന്നേരം ചപ്പാത്തിക്ക് അല്ലെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കറികൾ തപ്പുമ്പോൾ ഒരു എക്സലൻറ്റ് കറിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് റിപ്ലൈ തരണം. ഒരിക്കലും മറക്കരുത് കമൻറ്റ് ബോക്സിലേക്ക് വരാനത്. അത്ര നല്ലതാണ്. ഞാൻ വെറുതെ പറയില്ലല്ലോ. ഇറ്റ്സ് വെരി യമ്മി. ചെറുപരിപ്പ് സ്റ്റൂ എന്ന് പറയുമ്പോൾ അങ്ങനെ ആരും കേൾക്കാത്ത കാര്യമാണ്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിക്കില്ലേ, നന്നാവുമെന്ന്. അങ്ങനെയല്ല, ഗംഭീരമാണ്. പൊട്ടറ്റോ സ്റ്റൂവിനെക്കാട്ടിലും ടേസ്റ്റാണ്. പിന്നെ ഈ ബൗളിലേക്ക് ഞാൻ മാറ്റാൻ പോകും. വിളമ്പ് പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നന്നായിട്ട് വെന്ത് മാഷായി കിട്ടണം. അപ്പോൾ ഒരു വെജിറ്റബിളും വേണ്ട, ഒന്നും വേണ്ട. ഉരുളക്കിഴങ്ങ് പോലും നമ്മുടെ വീട്ടിൽ വേണ്ട. ചെറുപരിപ്പ് എന്തായാലും വീട്ടിലുണ്ടാവുമല്ലോ സ്റ്റോക്ക്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ ഡിന്നറിന് ഉണ്ടാക്കി നോക്കൂ. ചപ്പാത്തി ഉണ്ടാക്കിയിട്ട്. ഇത് അപ്പത്തിന് നല്ലതാണ്, ഇടിയപ്പത്തിന് നല്ലതാണ്. എനിത്തിങ് ഈസ് ഗുഡ്. ഏകദേശം ഒരു 10 പേർക്ക് വരെ കഴിക്കാവുന്ന ക്വാണ്ടിറ്റിയാണ്. 1 കപ്പ് ചെറുപരിപ്പ് മാത്രമേ ഉള്ളൂ. ഗംഭീരമായിട്ട് ചെയ്യാം. യെസ്, ഒരു കറിവേപ്പിലയും കൂടെ വെച്ച് അലങ്കരിക്കുന്നു. ഇത്രയും മതി. ഇത് വീട്ടിലെ ആവശ്യത്തിന് നമ്മളങ്ങനെ അലങ്കരിച്ച് കഴിക്കാറില്ല. എങ്കിലും ഇപ്പം എനിക്കൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു ചപ്പാത്തി കറി കഴിഞ്ഞു. ഇനി സെക്കൻഡ് ചപ്പാത്തി കറി. ഇതും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. അതായത് ഞാനിപ്പോൾ 1 കപ്പ് കടല തലേ ദിവസം വെള്ളത്തിലിട്ടിരിക്കും. നമുക്ക് രാവിലെ ആവശ്യമാണെങ്കിൽ രാത്രി വെള്ളത്തിലിടും. അങ്ങനെ 1 കപ്പ് കടല വെള്ളത്തിൽ ഇട്ടതും അതിനോടൊപ്പം രാവിലെ ആയപ്പോൾ ഒരു 2 ക്യാരറ്റും ഒരു 6-7 ബീൻസും കൂടി മുറിച്ചിട്ട് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വേവിച്ചെടുത്തു. അത് നോക്കിക്കോളൂ. അപ്പോൾ എന്തായാലും കുക്കറിൽ വേവിക്കുന്ന കാണിക്കേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ എങ്ങനെയാണെന്ന്. ജസ്റ്റ് കുറച്ച് ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് വെച്ചു. ഇത്ര വെള്ളം ബാക്കിയുണ്ട്. പിന്നെ ആ കടലയിൽ നിന്ന് തന്നെ ഞാൻ ഇത്രയും കടല, ഏകദേശം ഒരു 1/2 കപ്പ് കടല വേവിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട് അരയ്ക്കാനായിട്ട്. ഓക്കെ, ഇത് രണ്ടുമാണ് ആദ്യം ചെയ്തത്. പിന്നെ ഇത്രയേ ഉള്ളൂ. ഒരു വലിയ സവാള ഇങ്ങനെ ഹാഫ് സ്ലൈസസ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. 1 പച്ചമുളക്, ഇത് നല്ല എരിവാണ്, അതുകൊണ്ട് 1 പച്ചമുളകേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ ഓരോ ടീസ്പൂൺ നിറച്ച് ഇഞ്ചി പേസ്റ്റ് അത് ഇങ്ങനെ എടുത്ത് വയ്ക്കുക. ജിഞ്ചർ പേസ്റ്റ് ആൻഡ് ഗാർലിക് പേസ്റ്റ്. ഓക്കെ, ഇങ്ങനെ എടുക്കുക. ഇത് ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചതും അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും എടുക്കുക. അപ്പോൾ അതും ഒരു 1.5 ടീസ്പൂൺ ആ ഒരു രീതിയിലെടുത്താൽ മതി. ഇതിപ്പോൾ 1/2 കപ്പ് കടല വേവിച്ചത് എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ കുറച്ച് തൈരും കൂടി ചേർക്കുന്നു. തൈര് അതായത് 1/4 കപ്പും കുറച്ചുകൂടി വേണം. 1/2 കപ്പ് തികച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്ന് ചേർത്തിട്ടൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ കടലയും തൈരും കൂടി അരച്ചെടുത്തതാണ്. അത് നോക്കിയൊരു പേസ്റ്റ് പോലെ ആയില്ലേ. ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണെങ്കിൽ 1/2 കപ്പ് വരെ ആകാം. പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പും, അതായത് ഒരു 4 ടേബിൾ സ്പൂണൊക്കെ ധാരാളം മതിയാകും. ഓക്കെ, ഇനിയിപ്പോൾ അടുപ്പിലേക്ക് പാത്രം വെച്ച് കഴിഞ്ഞു. ചൂടായി തുടങ്ങി. ഇനി ഇതിപ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്യണമെന്നില്ല. ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം റിഫൈൻഡ് ഓയിൽ ഏതാണോ നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്നത് അത് തന്നെ ഉപയോഗിച്ചോളൂ, കുഴപ്പമില്ല. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഇതിനകത്തേക്ക് ആദ്യം ചേർക്കാൻ പോണ കാര്യം നോക്കിക്കോളൂ. ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 1/4 ടീസ്പൂൺ ഉലുവ, ആഹാ ഒരു പ്രത്യേക മണം, 1 ടീസ്പൂൺ കടുക് കൂടി ചേർക്കും. ഇനി ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകവും കൂടി ചേർക്കും. ഏകദേശമായി. എന്താ മണം എന്നറിയോ, ഡിഫറെൻറ്റ്, വെരി നൈസ്, നല്ല മണം. ഇനി ഒരു പച്ചമുളക് 2ആയിട്ട് മുറിച്ചത് ചേർത്തു.
ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് രണ്ടാണെങ്കിലും ഓക്കെയാണ്. അതിനോടൊപ്പം സവാള ചേർക്കാം. പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കറിയാണ്. മിക്സ്ഡ് ചന്ന കറി എന്ന് പറയുമ്പോൾ കടലയും വെജിറ്റബിൾസും കൂടി ചേർന്ന് വരുന്ന ഈ ഒരു കളറൊക്കെ ഒന്ന് മാറട്ടെ. അപ്പോഴത്തേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും എല്ലാം പച്ചച്ചുവയൊക്കെ മാറി റെഡിയായി വരും. ഇതിപ്പോൾ എല്ലാം കൂടി കിടന്നിട്ട് വഴണ്ട് ചെറുതായി നിറമൊക്കെ മാറി തുടങ്ങി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ മൂത്ത് തുടങ്ങി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് കുറച്ച് സ്റ്റോറിൽ വാങ്ങാൻ കിട്ടുമല്ലോ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ചന്ന മസാല പാക്കറ്റ് പൗഡർ, അതിന്നും കുറച്ച് വേണമെങ്കിലും ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ആ പൊടിയൊന്നും ചന്ന മസാല പൗഡർ ചേർക്കുന്നില്ല. ഞാൻ എൻ്റേതായ മസാല മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കസൂരി മേത്തി എല്ലാം കൂടി ചേർക്കുന്നതെന്ന് അങ്ങനെ ചേർത്താണ് എടുക്കാൻ പോണേ. പക്ഷേ ചന്ന മസാല പൗഡറും കൂടി ചേർത്താലും നല്ലതാണ്. ഒരുപാട് ചേർത്തില്ലെങ്കിൽ ഒരല്പം ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സ്റ്റേജായി. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ഒരു 1.5 ടീസ്പൂൺ ആണ് ഇപ്പോൾ ചേർക്കുന്നത്. അതുപോലെ മല്ലിപ്പൊടി ഒരു 1 ടീസ്പൂൺ മതി. ഒരു കുറച്ച് കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ, പെപ്പർ പൗഡർ, ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ. അതിലിപ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, പെരിഞ്ചീരകം എല്ലാം കൂടി ഉള്ളൊരു മിക്സാണല്ലോ, അതും ചേർക്കും. ഇതാണ് എൻ്റെ മസാല. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലയും വെജിറ്റബിൾസും. അപ്പോൾ ഇതിലിപ്പോൾ ക്യാരറ്റും ബീൻസും മാത്രമേ ചേർത്തുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണമെങ്കിലും ആണ്. ഉപ്പിട്ടിട്ടാണ് വേവിച്ചപ്പോൾ ഇച്ചിരി ഉപ്പുണ്ടാകും, നോക്കിയിട്ട് മതി. ഇനി ഉപ്പ് ചേർക്കും. ഇനി എല്ലാം കൂടി കിടന്നൊന്ന് തിളക്കട്ടെ. അങ്ങനെ മിക്സ്ഡ് ചന്ന കറി ഈസ് ഗെറ്റിംഗ് റെഡി. ഇതിന് എത്ര സമയം എടുക്കുന്നു? വളരെ കുറച്ച് സമയം മതിയല്ലോ. നമ്മുടെ ആ ഒരു സോർട്ടിങ് ടൈം. പിന്നെ എല്ലാം ഒന്നിച്ച് വേവിച്ച് വെക്കുക. ഇതെല്ലാം കൂടെ വഴറ്റുന്നു, എടുത്തിടുന്നു, തിളച്ച് തുടങ്ങുന്നു. നന്നായിട്ട് ഒരു 5 മിനിറ്റ് ഇങ്ങനെ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അരച്ച കാര്യം തൈരും ചന്നയും കടല വേവിച്ച കടലയും ഇവിടെ സെറ്റാണ്. ഇതും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് ഇറക്കുന്നു. പിന്നെ കുറച്ച് കസൂരി മേത്തി ഇടാം, പിന്നെ കുറച്ച് മല്ലിയില ഇടാം. അതൊക്കെ ഇനി നമുക്ക് എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിന് ഇമ്പ്രവൈസ് ചെയ്യാം. അപ്പോൾ ഇതിൽ ഇപ്പോൾ തൈര് ഇതിൻ്റെ കൂടെ ഇട്ട് അരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. തൈര് നമ്മൾ മസാല സോട്ട് ചെയ്യുന്ന സമയത്ത് അതിലകത്തേക്ക് തൈര് ഒഴിച്ചിട്ട് വഴറ്റി എണ്ണ തെളിയുന്ന പോലെ ആക്കിയിട്ട് വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, പുളി എന്നുള്ളത് ഈ തൈരിൻ്റെ പുളിയാണ് നമുക്കിതിൽ കൊടുക്കുന്നൊരു ഫ്ലേവറിങ്. ഇത് ടൊമാറ്റോ നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ തൈര് ഒരുപാട് പുളിയാകാൻ പാടില്ല, അതിനനുസരിച്ചിട്ട് ആണ് ക്വാണ്ടിറ്റി ചേർക്കുന്നത്. നല്ല തിള വന്നു. ഇത് അത്യാവശ്യം ലൂസാണല്ലോ, വലിയ തിക്കല്ല. ഇനിയാണ് അത് തിക്കാവാൻ പോണേ. അരച്ച ചന്ന ആൻഡ് യോഗർട്ട് തൈര് ചേർത്തു. തീ കുറയ്ക്കാം. ഇനി അതായിട്ട് തിളപ്പിക്കേണ്ട, തീ ഓഫ് ചെയ്യാൻ വേണമെങ്കിൽ. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മിക്സിയുടെ ബൗളിൽ മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഗ്രേവി, നല്ല തിക്ക് ഗ്രേവി തന്നെ ആയിട്ടുണ്ട്. മതിയല്ലോ, ധാരാളം. ഇനി ഉപ്പൊക്കെ നോക്കാം. ഞാൻ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. മിക്സ്ഡ് കടലക്കറിയാണത്, മിക്സ്ഡ് ചന്ന കറി. പുളിയെല്ലാം കറക്റ്റാണ്. ഇനി ഇതിന് കുറച്ചൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു 1/2 ടീസ്പൂണോ 1/4 ടീസ്പൂണോ കസൂരി മേത്തി. ഇതിപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണാണ് ഇടുന്നത്. ഈ ഒരു ഫ്ലേവർ വേണം, ഒരു നോർത്ത് ഇന്ത്യൻ മണം വരണം എന്നുണ്ടെങ്കിൽ മാത്രം കസൂരി മേത്തി ചേർക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. അടിപൊളി. മിക്സ്ഡ് ചന്ന കറി ഈസ് റെഡി. സിമ്പിൾ റെസിപ്പിയാണ്. ചപ്പാത്തിക്കും ഇടിയപ്പം, അപ്പം എന്തിൻ്റെ കൂടെ വേണമെങ്കിലാകാം. എങ്കിലും ചപ്പാത്തി പൂരിക്കായിരിക്കും എനിക്ക് തോന്നുന്നത് ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. നൈസ്.
നൈസ്, അടിപൊളി. മിക്സ്ഡ് ചന്ന കറി പാത്രത്തിലേക്ക് മാറ്റാം. സാധാരണ ഒരു കടലക്കറി കഴിക്കുന്നതിൽ നിന്നും ഒരുപാട് വ്യത്യാസം ഉണ്ടാകും ഇങ്ങനെ ചെയ്താൽ. നമ്മളെപ്പോഴും ഒരുപോലെ കഴിക്കുന്നതിനെക്കാട്ടിലും നല്ലതല്ലേ, സംതിങ് ഡിഫറെൻറ്റ്. ഇത് പുലാവ്, ഫ്രൈഡ് റൈസ് അങ്ങനത്തെ കാര്യങ്ങൾക്കും നല്ലതായിരിക്കും കേട്ടോ. സൈഡ് ഡിഷായിട്ട് വെജിറ്റേറിയൻസിന് ഒരു വെജിറ്റബിൾ കുറുമയും ഒരു ചന്ന മസാലയും കൂടിയുള്ള ഒരു ക്രോസ് ബ്രീഡായിട്ട് വന്നൊരു പ്രോഡക്റ്റാണെന്ന് വിചാരിക്കുക. ഓക്കെ, സംതിങ് സിമിലർ. രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ് ആൻഡ് മാച്ച്. അപ്പോൾ ഫൈനലി കുറച്ച് മല്ലിയില. ഇത് ഇത്രയും അലങ്കാരമൊന്നും നമുക്ക് ആവശ്യമില്ല, എങ്കിലും ഞാൻ എന്തായാലും തംബ്നെയിലിന് വേണ്ടി ഫോട്ടോസ് എടുക്കുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ചപ്പാത്തിക്ക് വേണ്ടിയുള്ള ഈസി റെസിപ്പീസാണ് ചപ്പാത്തിയുടെ 2 കറികൾ. എളുപ്പത്തിൽ ചെയ്യാം, യമ്മി ടേസ്റ്റിയാണ്, പിന്നെ എന്താ പറയുക, ഈസി ടു മേക്ക്, അങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞതുപോലെ നല്ല സ്വാദിഷ്ടമായ ഈസി യമ്മി റെസിപ്പീസ് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇനി ചപ്പാത്തിക്ക് എന്ത് കറി ഉണ്ടാക്കും എന്നുള്ള ഒരു വേവലാതി വേണ്ട. ഇനിയും ഇതുപോലെ ഇനിയും ഞാൻ പുതിയ കറികൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഇതിലിപ്പോൾ പരിപ്പ് സ്റ്റൂവിൽ കുറച്ച് ലൂസായിട്ട് തന്നെ ചെയ്യണം, കാര്യം ഇരുന്നത് കുറുകും. അതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുക. പിന്നെ രണ്ടാമത്തെ കടലയാണെങ്കിലും ഇനി ഇതിനെക്കാട്ടിലും തിക്കറായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് കടല മാത്രമേ അരച്ച് ചേർത്തുള്ളൂ. കുറച്ചുകൂടി ഒരു 3/4 കപ്പോളം അല്ലെങ്കിൽ 1 കപ്പോളം കടല വേണമെങ്കിൽ അരച്ച് ചേർക്കാം. പിന്നെ തൈരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, വേണമെങ്കിൽ ആദ്യമേ തൈര് ചേർത്ത് സോട്ട് ചെയ്ത് എണ്ണ തെളിയിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താലും വളരെ രസമാണ്. അപ്പോൾ എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ കാഷ്യൂ പേസ്റ്റോ ക്രീമോ അങ്ങനത്തെ ഒരു കാര്യമില്ല. എളുപ്പമല്ലേ, എന്തെളുപ്പമല്ലേ. പിന്നെ എല്ലാ വെജിറ്റബിൾസും കഴിക്കാം. ഇതിലിപ്പോൾ ഞാൻ 2 കാര്യം ഇട്ടിട്ടുള്ളൂ. ക്യാരറ്റ് ആൻഡ് ബീൻസ്, റാഡിഷ് ചേർക്കാം, പിന്നെന്താ പറയുക, പിന്നെ ബീട്രൂട്ടൊക്കെ ചേർക്കാം. പക്ഷേ അപ്പോൾ കളറിന് വേറൊരു ചേഞ്ച് ഉണ്ടാവും. നമ്മുടെ ഇഷ്ടമാണ്, മാറ്റങ്ങളോടുകൂടി ചെയ്യാം, കുഴപ്പമില്ല. വേറെ ഇപ്പോൾ ചൗ പോലെയുള്ള വെജിറ്റബിൾസ് വേണമെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യാം, കുറേ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും. ഓക്കെ, കോളിഫ്ലവറിൻ്റെ പീസസ് വേണമെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇടാം. ഓക്കെ, അപ്പോൾ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് തരാൻ മറക്കണ്ട. ഇത് വളരെ സ്പെഷ്യൽ ഡിഷസാണ്, ഈസി സിമ്പിൾ ചപ്പാത്തിക്കുള്ള 2 സൈഡ് ഡിഷസ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ നിർത്തുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്, താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.